ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോകാം ഇന്നത്തെ സെന്റൻസുകളിലൂടെ. ഹൗ ആർ യു? സുഖമാണോ? ഹൗ ആർ യു? എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എന്നെ തിരിച്ചു വിളിക്കുക. കോൾ മീ ബാക്ക്. ഒത്തിരി നന്ദി. താങ്ക്സ് എ ലോട്ട്. എനിക്കൊരു ഐഡിയയുമില്ല. ഐ ഹാവ് നോ ഐഡിയ. ഇല്ല നന്ദി, എനിക്ക് കുഴപ്പമില്ല. നോ താങ്ക്സ്, ഐ ആം ഓക്കെ. എങ്ങനെ പോകുന്നു? ഹൗസ് ഇറ്റ് ഗോയിങ്? വിഷമിക്കേണ്ട. ഡോണ്ട് വറി. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? ഞാൻ തിരക്കിലാണ്. ഐ ആം ബിസി. എന്നോട് ക്ഷമിക്കൂ. ഐ ആം സോറി. ശ്രദ്ധാലുവായിരിക്കുക. ബി കെയർഫുൾ. ഇത് ശരിക്കും നല്ലതായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. കളിയാക്കുന്നത് നിർത്തൂ. സ്റ്റോപ്പ് കിഡിങ്. നിന്നെ കാണാനായതിൽ സന്തോഷം. നൈസ് ടു മീറ്റ് യു. ഞാൻ അംഗീകരിക്കുന്നു. ഐ അഗ്രി. കാണാം. സി യു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ശരിക്കും സമയമെടുക്കും. ഇറ്റ് റിയലി ടേക്സ് ടൈം. എന്താണ് നിന്റെ പേര്? വാട്ട്സ് യുവർ നെയിം? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? എനിക്ക് ശരിക്കും ഉറപ്പില്ല. ഐ എം നോട്ട് റിയലി ഷുവർ. നിങ്ങൾ അവിടെയുണ്ടോ? ആർ യു ദേർ? ഇന്ന് ഉച്ചഭക്ഷണത്തിന് എന്താണ്? വാട്ട്സ് ഫോർ ലഞ്ച് ടുഡേ? എനിക്കൊരു ചെറിയ സഹായം വേണം. ഐ നീഡ് എ ലിറ്റിൽ ഹെൽപ്പ്. നിങ്ങളെ വീണ്ടും കണ്ടതിൽ സന്തോഷം. നൈസ് ടു സീ യു അഗെയിൻ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമോ? Can I ask you something? എല്ലാം നന്നായി. Everything is fine. നീ എനിക്കെല്ലാമാണ്. You are everything to me. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? How dare you? അതവിടെ സൂക്ഷിക്കുക. Keep it there. നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിനെ മെച്ചപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി നാം ഡെയിലി ഇംഗ്ലീഷ് കഴിയുന്നത്ര വായിച്ചും എഴുതിയും സംസാരിച്ചും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകളോ അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് സെന്റൻസുകളോ പതിവായിട്ട് ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് താല്പര്യമുള്ള ബുക്സ്, ഷോർട്ട് സ്റ്റോറീസ്, ഇംഗ്ലീഷ് കാർട്ടൂൺസ്, ഇംഗ്ലീഷ് വീഡിയോസ്, ലേഖനങ്ങൾ ഇവയെല്ലാം വായിക്കുകയും കാണുകയും കേൾക്കുകയും അവയെ തന്നിരിക്കുന്ന സെന്റൻസുകൾ അനുകരിക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ അനുസരിച്ച് നാം ഇംഗ്ലീഷ് സംസാരിക്കുക. തെറ്റുകളൊക്കെ വരും, എങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർക്ക് തെറ്റു പറ്റുക എന്നുള്ളത് സാധാരണമാണ്. തെറ്റുകൂടാതെ സംസാരിക്കാൻ പഠിച്ചവർ ആരും തന്നെ ഇല്ലെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ പോലും ഗ്രാമാറ്റിക്കലി നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുക. നമുക്ക് തെറ്റുകൾ വന്നാലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ഡെയിലി വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഉത്സാഹത്തോടും സമർപ്പണത്തോടും കൂടെ മുന്നോട്ട് പോയിക്കൊള്ളുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ.